ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട് ഉള്ള പെഡിക്യൂറാണ്. കുറച്ച് സാധനം മാത്രം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം വീട്ടിൽ എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ പെഡിക്യൂർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നെയിൽ പോളിഷ്, കാലിലുള്ള നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടും ആ നെയിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. പെഡിക്യൂറിൻ്റെ വൺ ഓഫ് ദ മെയിൻ സ്റ്റെപ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാം. പെഡിക്യൂർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിൽ കട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല. എനിക്ക് ആവശ്യമുള്ള ലെങ്ത്തിലാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. എത്ര ലെങ്ത്തിൽ ഞാൻ വെക്കാറുണ്ട്. അപ്പം ഞാൻ ബാക്കി ഭാഗം ഇത് വെച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ഫയൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ബാക്ക് ആൻഡ് ഫോർത്ത് ചെയ്യരുത്. അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ചെയ്തു പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസോ ആയിട്ട് ചെറിയൊരു വട്ടത്തിൽ നമുക്ക് സ്മൂത്തായിട്ട് അതിനൊരു ഫിനിഷ് കൊടുക്കാം. ഒരുപാട് ഡീപ്പായിട്ട് രണ്ട് സൈഡിൽ കട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നമ്മളിങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ നഖം വളർന്നു വരുമ്പോൾ അത് സ്കിന്നിനെ ഒരുപാട് ഉള്ളിലേക്ക് കുഴിച്ച് പോയിട്ട് ഇൻഗ്രോൺ നെയിൽ അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അതായത് അത് ഭാവിയിൽ കുഴിനഖമായിട്ട് വളരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പരന്ന ടബിൽ ചെറു ചൂടുവെള്ളം വെക്കുക, അതായത് വാം വാട്ടർ. അതെടുത്തിട്ട് ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല, അത് സ്കിന്നിന് അത്ര നല്ലതല്ല. ചെറിയ ചൂട് മാത്രമുള്ള വെള്ളം ഒരു പരന്ന ടബിൽ ഒഴിച്ചു വയ്ക്കുക. ഇതിപ്പോൾ ആക്ച്വലി ബക്കറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ കാലിന് കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാനും ഒക്കെ നല്ലത് ഇങ്ങനത്തെ ഒരു ടബാണ്. ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ, അതായത് ഷാംപൂ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ സ്കിന്നിനെ, അതായത് കാലിനെ മൊത്തത്തിൽ നന്നായി റിലാക്സ് ചെയ്യും. പെഡിക്യൂർ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ ഏതെങ്കിലും ഷാംപൂ, നമ്മുടെ തലയിൽ യൂസ് ചെയ്യുന്ന ഷാംപൂവോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ളൊരു ഷവർ ജെൽ ഉണ്ടാവില്ലേ, ലിക്വിഡ് സോപ്പ്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. യൂസ് ചെയ്യുന്ന ഖാദിയുടെ ഹാൻഡ് ആൻഡ് ഫുഡ് ക്ലെൻസറാണ്. കാണുന്നുണ്ടോ? ഓക്കെ, ഹാൻഡ് ആൻഡ് ഫുഡ് ക്ലെൻസറാണ് ലെമൺ പെഡിക്യൂർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പ്രൊഡക്റ്റ്. ഇത് ഖാദിയുടെ അതായത് നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങുന്നില്ലേ ഖാദിയുടെ, അവിടെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് നല്ല സ്മെല്ലാണ്, ലെമണിൻ്റെ തന്നെ ഒരു സ്മെല്ലാണ്. ഇതാണ് ഞാൻ ഇതിൽ ഒഴിക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരു അരമുറി നാരങ്ങ ഞാൻ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അതിൻ്റെ ഒപ്പം ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. അത് 3-4 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. ആപ്പിൾ സിഡറിൻ്റെ വിനീഗർ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ക്യാപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സൊല്യൂഷനാണ്. ഇത് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഹൈഡ്രജൻ പെറോക്സൈഡ്
എന്താ ഫോക്കസ് ആവുന്നില്ല കേട്ടോ. ഹൈഡ്രേഷൻ പെറോക്സൈഡിന്റെ സൊല്യൂഷൻ. ഇതിൽ കുറച്ച് കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് നമ്മളിത് ഈ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വെള്ളത്തിൽ നിന്ന് കാലെടുത്തതിന് ശേഷം, ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്യൂമിക് സ്റ്റോൺ ആണ്. പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് നല്ല വൃത്തിയിൽ വരച്ചു കൊടുക്കാം. ഇപ്പോൾ സ്കിന്നൊക്കെ, നമ്മുടെ കാലിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നന്നായി വരച്ചു കൊടുക്കാം. വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അത്ര വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് കയറ്റി വെച്ചിട്ട് എടുക്കാം. സ്റ്റോണിൽ പോകാത്തത് നമുക്ക് ഇങ്ങനെ ഒരു ഫയൽ വാങ്ങാനായിട്ട് പറ്റും. ഇത് വെച്ചിട്ട്, ഒരു ഫയലറാണ്, ഇത് വെച്ചിട്ട് നമുക്ക് ഫയൽ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ വേഗയുടെ ഫയലാണ്. ഇത് വെച്ചിട്ട് കണ്ടോ, ഇത് വരച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഡെഡ് സ്കിന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ക്യൂട്ടിക്കിളെല്ലാം വളരെ സോഫ്റ്റ് ആക്കുക എന്നുള്ളതാണ്. അതിന് ക്യൂട്ടിക്കൽ ക്രീം വാങ്ങാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ക്യൂട്ടിക്കൽ ക്രീം ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒലീവ് ഓയിലും അതുപോലെ വാസ്ലിനും കൂടി ഇട്ടിട്ടുള്ള ഒരു ക്യൂട്ടിക്കൽ ക്രീമാണ്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ക്രീമാണ്, അല്ലാതെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. എനിക്കൊന്ന് ഷോപ്പിൽ ഒരുപാട് അവൈലബിൾ അല്ല. ഞാൻ കുറേ ഷോപ്പിൽ ചോദിച്ചു നോക്കിയിട്ട് ഓൺലൈൻ വാങ്ങുമായിരിക്കും നല്ലത്. അത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കാലിൽ നിന്നിട്ട് ഒരു ടവൽ യൂസ് ചെയ്തിട്ട് തുടച്ചെടുക്കാം, ഡ്രൈ ആക്കി എടുക്കാം. ഒലിവ് ഓയിലും വാസ്ലിനും എടുത്തിട്ട് ഒന്നുകിൽ ഇത് ഡബിൾ ബോയിലർ മെത്തേഡ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഈ വാസ്ലിൻ ഒരുക്കി കിട്ടും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും മിക്സായിട്ട് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി എല്ലായിടത്തും എക്സ്ഫോലിയേറ്റർ അപ്ലൈ ചെയ്യാം. ഇതിവിടെ ഇരുന്നിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഒരു എക്സ്ഫോലിയേറ്റർ അപ്ലൈ ചെയ്യാം. എക്സ്ഫോലിയേറ്റർ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്ഫോലിയേറ്റർ ആണ്. തേൻ, പഞ്ചസാര, നാരങ്ങ നീര്, ഇതൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. കാപ്പിപ്പൊടി, ഇത്രയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു എക്സ്ഫോലിയേറ്റർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം. എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് താഴെ വീഴാതിരിക്കാനാണ് ഞാൻ ഈ ടപ്പ് വെച്ചത്, അല്ലാതെ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് കാലിൽ തന്നെ കഴുകി കളയാലോ.
ഹൈഡ്രജൻ പെറോക്സൈഡ് കുറച്ച് എടുത്തിട്ട് ഞാൻ അതിൽ ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തതോ, ഇത് ഞാൻ പുതിയ ടൂത്ത് ബ്രഷ് എടുത്തതാണ്. അത് വെച്ചിട്ട് ഈ നെയിലിൻ്റെ ഇടയിലൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡേർട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വരും. ക്യൂട്ടിക്കൽ പുഷർ വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പോൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് നെയിൽ പോളിഷ് ഇടരുത്. എപ്പോഴും ഒരു ബേസ് കോട്ട് ഇട്ടതിന് ശേഷം, ബേസ് കോട്ട് എന്ന് പറഞ്ഞിട്ട് നെയിൽ പോളിഷ് വാങ്ങിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.